സോ മൊഡ്യൂൾ 2 നമ്മൾ പഠിക്കുന്നത് ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. ദാറ്റ് ഈസ് LTI സിസ്റ്റം. എന്താണ് ഒരു ലീനിയർ സിസ്റ്റം എന്ന് നമ്മൾ കണ്ടു, വിച്ച് ഒബേയ്സ് ദ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ആൻഡ് ടൈം ഇൻവേരിയൻ്റ് എന്ന് പറഞ്ഞാൽ ഹൂസ് ക്യാരക്ടറിസ്റ്റിക്സ് ഡസൻറ്റ് വേരി അക്കോർഡിംഗ് ടു ദ സിസ്റ്റം. ഓക്കെ, അതിനെയാണ് അക്കോർഡിംഗ് ടു ദ ടൈം. ഓക്കെ, അതിനെയാണ് ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ലീനിയറും ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം, എങ്ങനെയാണ് ലീനിയാരിറ്റി ചെക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ടൈം ഇൻവേരിയൻസ് ചെക്ക് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ കണ്ടു. സോ ആ സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി ബോത്ത് കണ്ടിന്യൂസ് ടൈം LTI സിസ്റ്റം ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം LTI സിസ്റ്റം. സോ കണ്ടിന്യൂസ് ടൈം LTI സിസ്റ്റത്തിൻ്റെ കൂട്ടത്തിൽ ഉള്ളതാണ് കൺവല്യൂഷൻ ഇൻ്റഗ്രൽ, ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ലീനിയർ കൺവല്യൂഷൻ. സോ ദർ ഈസ് ലീനിയർ കൺവല്യൂഷൻ്റെ കാര്യം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങൾ നെക്സ്റ്റ് ഇതിൻ്റെ ഹയർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് പഠിക്കുമ്പോൾ അവിടെ ലീനിയർ കൺവല്യൂഷൻ മാത്രമല്ല സർക്കുലർ കൺവല്യൂഷനും വരും. സോ ഇവിടെ നമ്മൾ ലീനിയർ കൺവല്യൂഷൻ പഠിച്ചാൽ മാത്രമേ സർക്കുലർ കൺവല്യൂഷനുമായിട്ടുള്ള കമ്പാരിസൺ അവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അവിടുത്തെ ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നതാണ് സർക്കുലർ കൺവല്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് ഈസ് സ്റ്റെബിലിറ്റി ആൻഡ് കോസാലിറ്റി ഓഫ് LTI സിസ്റ്റം. സോ LTI സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയും കോസാലിറ്റിയും ആൻഡ് ദ കോറിലേഷൻ ബിറ്റ്വീൻ സിഗ്നൽസ്, അതായത് രണ്ട് സിഗ്നൽസ് തമ്മിൽ എന്തുമാത്രം കോറിലേറ്റഡ് ആയിട്ടുണ്ട്, എന്തുമാത്രം റിലേഷൻസ് ഉണ്ട്, ആൻഡ് ദ ഓർത്തോഗണാലിറ്റി ഓഫ് സിഗ്നൽസ്. ഓക്കെ, സോ ഇത്രയും ടോപ്പിക്സാണ് ഇതിനകത്തുനിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. അതായത് 100% ചോദിക്കും എന്നുള്ളതാണ് കൺവല്യൂഷൻ. ദാറ്റ് ഈസ് ഐദർ ഒരു 12 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 8+5 അല്ലെങ്കിൽ 7+8. ഓക്കെ, 15 മാർക്സിനും കൺവല്യൂഷൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. 100% അത് മാത്രമാണ് ചോദിക്കുന്നത്. ആൻഡ് സംടൈംസ് 3 to 4 മാർക്സിന് സ്റ്റെബിലിറ്റി ആൻഡ് കോസാലിറ്റി, അതേപോലെ തന്നെ കോറിലേഷൻ്റെ ഒരു ഡെറിവേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിൾസ്, ഓർത്തോഗണാലിറ്റിയുടെ എക്സാമ്പിൾസ് വിത്ത് ഡെഫിനിഷൻ. ഓക്കെ, സോ ചുരുക്കം പറഞ്ഞാൽ ഈ മോഡ്യൂളിലെ 15 മാർക്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് 12 മാർക്സ് കൺവല്യൂഷനും ബാക്കി 3 മാർക്സിന് ബാക്കി 2 എണ്ണം ചോദിക്കാം. ഓക്കെ, സോ ബേസിക്കായിട്ട് കൺവല്യൂഷൻ ഈ മോഡ്യൂളിൽ നിന്ന് പഠിച്ചേ പറ്റത്തുള്ളൂ. ആൻഡ് കൺവല്യൂഷൻ എന്ന് പറയുന്നത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ സിഗ്നൽസ് ആർ കൺസിഡേർഡ്. ഓക്കെ, സോ അതുകൊണ്ട് അത് പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. അതായത് എനിക്കൊരു സിസ്റ്റമുണ്ട്. ഓക്കെ, ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൻ്റെ ഓപ്പറേഷനാണ് T എന്ന് പറഞ്ഞോട്ടെ. ഓക്കെ, സോ ആ സിസ്റ്റത്തിലേക്ക് X(n) കൊടുക്കുമ്പോൾ എനിക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഔട്ട്പുട്ട് കിട്ടും Y(n). സോ Y(n) ഈസ് ഈക്വൽ ടു T ഓഫ് X(n) എന്ന് നമ്മൾ പറയും. ഓക്കെ, സോ ഇതിനെ നമ്മൾ ഇൻപുട്ട്, ഇത് നമ്മുടെ ഔട്ട്പുട്ട്, ഇത് എൻ്റെ സിസ്റ്റം. ഓക്കെ, ഇനി ഇതിനെ വേറൊരു ടേംസിൽ പറയുവാണെങ്കിൽ ഇതെൻ്റെ എക്സൈറ്റേഷൻ, ഇതെൻ്റെ റെസ്പോൺസ്, ഇതെൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഞാൻ എൻ്റെ സിസ്റ്റത്തിലേക്ക് എന്തെങ്കിലും എക്സൈറ്റേഷൻ കൊടുക്കുമ്പോൾ ആ എക്സൈറ്റേഷനെ ട്രാൻസ്ഫോം ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കൊരു റെസ്പോൺസ് തരും. ഓക്കെ, സോ X(n)നെ ഞാൻ എക്സൈറ്റേഷൻ എന്ന് പറയാം. ഈ ഒരു ഓപ്പറേഷൻ, എന്തോ ഒരു ഓപ്പറേഷൻ ഈ X(n)നെ ചെയ്യുമ്പോൾ അത് ട്രാൻസ്ഫോം ടു എ പർട്ടിക്കുലർ ഔട്ട്പുട്ട് റെസ്പോൺസ്. ഓക്കെ, സോ ഇനി ഔട്ട്പുട്ട് റെസ്പോൺസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ റെപ്രസെൻറ്റേഷൻ ഓഫ് സിസ്റ്റത്തിനകത്ത് പഠിച്ചു. X(n) തരുവാണെങ്കിൽ എനിക്ക് Y(n) അല്ലെങ്കിൽ ഈ സിസ്റ്റം തരുവാണെങ്കിൽ, ഓക്കെ, സിസ്റ്റത്തിൻ്റെ ഡിഫറൻസ് ഇക്വേഷനോ ഡിഫറൻഷ്യൽ ഇക്വേഷനോ തരുവാണെങ്കിൽ എനിക്ക് Y(n)ഓ Y(t)ഓ കണ്ടുപിടിക്കാം, ഔട്ട്പുട്ട് റെസ്പോൺസ് കണ്ടുപിടിക്കാം. ഓക്കെ, അക്കോർഡിംഗ് ടു X(n) ആണല്ലോ. അപ്പം ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, എങ്ങനെയാണ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അതായത്
എൻ്റെ എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഓഫ് എൻ ആണെങ്കിൽ, ഓക്കെ, ഞാനതൊരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുകയാണെങ്കിൽ the system will do some operation and will give an output which is called impulse response and it is denoted by h of n. Okay, so എനിക്ക് സിസ്റ്റം തരുവാണെങ്കിൽ എക്സ് ഓഫ് എൻ കൊടുക്കുകയാണെങ്കിൽ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഓഫ് എൻ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് തരുന്ന സാധനമാണ് എച്ച് ഓഫ് എൻ എന്ന് പറയുന്നത്. എച്ച് ഓഫ് എൻ എന്ന് പറയുന്നത് ഇമ്പൾസ് റെസ്പോൺസ് ആണ്. ഇമ്പൾസ് റെസ്പോൺസ്. ഓക്കെ, അപ്പം ഇമ്പൾസ് ഇൻപുട്ട് കൊടുക്കുമ്പം എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിനെയാണ് ഞാൻ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇനി ഒരു LTI സിസ്റ്റം, ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം, ആ ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ ഫിസിക്കൽ പ്രോസസ്സസ് ക്യാൻ ബി കൺസിഡേർഡ് അല്ലെങ്കിൽ ക്യാൻ ബി അനലൈസ് ചെയ്യുമ്പം ഇറ്റ് ക്യാൻ ബി സീൻ ആസ് എ ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം വിച്ച് ഹാവ് കോമൺ പ്രോപ്പർട്ടീസ്. ഓക്കെ, അതുകൊണ്ടാണ് ഒരു ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിൻ്റെ കോമൺ പ്രോപ്പർട്ടീസിനെ എടുത്തു വെച്ച് നമ്മൾ പഠിക്കാൻ കാരണം. അപ്പം അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് നമുക്ക് ഈ സിസ്റ്റം തന്നിട്ടില്ലെങ്കിലും ഇഫ് ഇറ്റ് ഈസ് ആൻ LTI സിസ്റ്റം നമുക്ക് ഇമ്പൾസ് റെസ്പോൺസ് ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് ക്യാൻ ബി ഫൗണ്ട് അക്കോർഡിംഗ് ടു ദ ഇൻപുട്ട്. ഓക്കെ, അതായത് എനിക്ക് സിസ്റ്റം തന്നിട്ടില്ല, സിസ്റ്റത്തിൻ്റെ ഓപ്പറേഷൻ എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, ഇതിനെ ഞാൻ ടി ഓഫ് ഡെൽറ്റ ഓഫ് എൻ എന്ന് എഴുതും. എനിക്ക് സിസ്റ്റം ഏതാണെന്ന് അറിയത്തില്ല, ഞാനൊരു ഇൻപുട്ട് എക്സ് ഓഫ് എൻ കൊടുക്കുമ്പോൾ system will give an output y of n. I should find y of n. ഓക്കെ, ഈ സിസ്റ്റം തന്നിട്ടില്ല എങ്കിൽ പകരം എനിക്ക് ഇമ്പൾസ് റെസ്പോൺസ് ആണ് തന്നിരിക്കുന്നത്. എനിക്ക് ഡെൽറ്റ ഓഫ് എൻ കൊടുക്കുമ്പം എൻ്റെ സിസ്റ്റം ഇങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് എനിക്കറിയാമെങ്കിൽ എനിക്ക് y ഓഫ് എൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ബൈ y of n is equal to x of n convolution h of n. ഓക്കെ, എനിക്ക് ഈ സിസ്റ്റം നമ്മൾ നേരത്തെ പഠിച്ചത് സിസ്റ്റം തന്നിട്ടുണ്ട്, സിസ്റ്റത്തിന് ഞാൻ ഡെൽറ്റ ഓഫ് എൻ ഇൻപുട്ട് കൊടുക്കുമ്പോൾ എച്ച് ഓഫ് എൻ കിട്ടുമെന്ന് പറഞ്ഞു. ഓക്കെ, സിസ്റ്റം തന്നിട്ടുണ്ട്, എക്സ് ഓഫ് എൻ വേറെ എന്തെങ്കിലും ആകുവാണെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് y ഓഫ് എൻ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം ബൈ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ സൊല്യൂഷൻ ആൻഡ് ഹോമോജീനിയസ് സൊല്യൂഷൻ, അല്ലെങ്കിൽ ഇസഡ് ട്രാൻസ്ഫോം ആണെങ്കിൽ ഇസഡ് ട്രാൻസ്ഫോം വെച്ചിട്ട്, ലാപ്ലാസ് ട്രാൻസ്ഫോം ആണെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം വെച്ചിട്ട്. പക്ഷേ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് അറിയാമെങ്കിൽ ഞാൻ ഏത് ഇൻപുട്ട് കൊടുത്താലും എനിക്ക് ഔട്ട്പുട്ട് എന്താണെന്ന് അറിയാൻ പറ്റും, പ്രൊവൈഡഡ് ഇഫ് എച്ച് ഓഫ് എൻ ഈസ് നോൺ. ഓക്കെ, സോ എനിക്ക് എച്ച് ഓഫ് എൻ ഈ സിസ്റ്റം ഇമ്പൾസ് ഇൻപുട്ടിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് എനിക്കറിയാമെങ്കിൽ ഏത് ഇൻപുട്ട് കൊടുത്താലും എൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്ന് എനിക്കറിയാൻ പറ്റും. അതാണ് കൺവല്യൂഷൻ തിയറം പറയുന്നത്. ദാറ്റ് ഈസ് y ഓഫ് എൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ. ഓക്കെ, ദാറ്റ് ഈസ് ഈ കൺവല്യൂഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് y of n is equal to summation k is equal to minus infinity to infinity x of k into h of n minus k. ഓക്കെ, സോ ഇവിടെ k ആണ് വേരിയബിൾ, n അല്ല. സോ കൺവല്യൂഷനെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് ഇൻ ഡിസ്ക്രീറ്റ് ടൈം. y of n is equal to x of n convolution h of n, which is defined as summation k is equal to minus infinity to infinity x of k h of n minus k. ഓക്കെ, ഇത് കുറച്ചും കൂടെ വിശദമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പോകണം. അതായത് എനിക്കൊരു സിഗ്നൽ തന്നിട്ടുണ്ട് എക്സ് ഓഫ് എൻ. ഓക്കെ, ഇസ് ഈക്വൽ ടു 1 1 1, 1 ആൻഡ് ഇങ്ങനെ ഒരു ആരോ ഇട്ടാൽ അതാണ് 0 പോയിൻ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഇതിൻ്റെ മീനിങ് ആണ് എക്സ് ഓഫ് -1 ഈസ് ഈക്വൽ ടു 1,
x of 0 is equal to 1, x of 1 is equal to 1 and x of 2 is equal to 1. ഞാനൊരു എളുപ്പത്തിന് വേണ്ടിയാണ് എടുത്തേക്കുന്നത്. ഓക്കെ, ജസ്റ്റ് 1 എടുത്തു. ഞാനിതിനെ ഇങ്ങനെ എഴുതാം. ഇനി ഇതിനെ ഗ്രാഫിക്കലായിട്ട് വരയ്ക്കുകയാണെങ്കിൽ എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് ഇവിടെ 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 ഇവിടെ. സോ ഇറ്റ് ഈസ് 1 ആൻഡ് n 1 -1 0 1 2. ഓക്കെ, സോ ഗ്രാഫിക്കലി ഇങ്ങനെ എനിക്ക് വരയ്ക്കാം. ഇതാണ് എൻ്റെ എക്സ് ഓഫ് എൻ. ഈ എക്സ് ഓഫ് എൻ നോക്കുകയാണെങ്കിൽ ഈ എക്സ് ഓഫ് എന്നിനെ എനിക്ക് വേറൊരു രീതിയിലും കൂടെ എഴുതാം. ഓക്കെ, സോ നമുക്കറിയാം ഇതാണ് ഡെൽറ്റ ഓഫ് എൻ വിച്ച് ഈസ് ഈക്വൽ ടു 1 ഫോർ n ഈസ് ഈക്വൽ ടു 0 ആൻഡ് 0 ഫോർ എൽസ്. ബാക്കിയുള്ളിടത്തെല്ലാം 0 ആണ് വാല്യൂ. n ഈസ് ഈക്വൽ ടു 0യിൽ മാത്രം 1 ഉണ്ട്. ഓക്കെ, ഇനി ഡെൽറ്റ ഓഫ് n മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഇതാണ് ഡെൽറ്റ ഓഫ് n മൈനസ് 1. ഡെൽറ്റ ഓഫ് n മൈനസ് 2 എന്ന് പറഞ്ഞാൽ 2യിലൊരു വാല്യൂ. ഓക്കെ, സോ എനിക്ക് ഈ ഒരു സിഗ്നലിനെ ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. അതായത് എക്സ് ഓഫ് മൈനസ് 1 ഇൻറ്റു ഡെൽറ്റ ഓഫ് n പ്ലസ് 1 പ്ലസ് എക്സ് ഓഫ് 0 ഇൻറ്റു ഡെൽറ്റ ഓഫ് n പ്ലസ് എക്സ് ഓഫ് 1 ഇൻറ്റു ഡെൽറ്റ ഓഫ് n മൈനസ് 1 പ്ലസ് എക്സ് ഓഫ് 2 ഇൻറ്റു ഡെൽറ്റ ഓഫ് n മൈനസ് 2. അതായത് എൻ്റെ എക്സ് ഓഫ് n എന്ന് പറയുന്നത് ഞാൻ എഴുതിയേക്കുവാണ് എക്സ് ഓഫ് മൈനസ് 1 ഇൻറ്റു ഡെൽറ്റ ഓഫ് n പ്ലസ് 1 പ്ലസ് എക്സ് ഓഫ് 0 ഇൻറ്റു ഡെൽറ്റ ഓഫ് n പ്ലസ് എക്സ് ഓഫ് 1 ഇൻറ്റു ഡെൽറ്റ ഓഫ് n മൈനസ് 1 പ്ലസ് എക്സ് ഓഫ് 2 ഇൻറ്റു ഡെൽറ്റ ഓഫ് n മൈനസ് 2. ഓക്കെ, അതായത് ഞാൻ എക്സ് ഓഫ് എന്നിനെ എഴുതിക്കുവാണ്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഓഫ് n ഈസ് ഈക്വൽ ടു സമ്മേഷൻ. ഓക്കെ, ഇത് n ആയതുകൊണ്ടും ഇവിടെ എൻ്റെ എല്ലാ എന്നും അതുപോലെ തന്നെ നിൽക്കുന്നുള്ളത് കൊണ്ടും എനിക്കിവിടെ എല്ലാത്തിനും n ഒന്നും കൊടുക്കാൻ പറ്റില്ല. സോ ഞാൻ വേറൊരു വേരിയബിൾ k എന്ന് കൊടുത്തു. k ഈസ് ഈക്വൽ ടു എവിടം തൊട്ട് എവിടം വരെയാണ് വേരി ചെയ്യുന്നത്? -1 തൊട്ട് 2 വരെയാണ് എനിക്ക് വേരി ചെയ്യുന്നത്. -1 to 2 എക്സ് ഓഫ് k ഡെൽറ്റ ഓഫ് n മൈനസ് k. ഓക്കെ, കെയ്ക്ക് -1 ഇടുമ്പം കൊടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കെയ്ക്ക് -1 ഇടുമ്പം എക്സ് ഓഫ് -1 ഡെൽറ്റ ഓഫ് n പ്ലസ് 1 പ്ലസ് കെയ്ക്ക് 0 ഇടുമ്പം എക്സ് ഓഫ് 0 ഡെൽറ്റ ഓഫ് n. ഓക്കെ, സോ കെയുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഇക്വേഷൻ തന്നെ കിട്ടും. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ? എക്സ് ഓഫ് n ഇൻറ്റു ഇത് ചെയ്യുമ്പം എന്തോ കിട്ടും? എക്സ് ഓഫ് 0യിലുള്ള വാല്യൂ ഇൻറ്റു ഡെൽറ്റ ഓഫ് 0 കിട്ടും. എക്സ് ഓഫ് n ഇൻറ്റു ഡെൽറ്റ ഓഫ് n മൈനസ് 1 ചെയ്യുമ്പം എക്സ് ഓഫ് 1ലുള്ള വാല്യൂ ഇൻറ്റു ഡെൽറ്റ ഓഫ് n മൈനസ് 1 എന്ന് കിട്ടും. എക്സ് ഓഫ് n ഇൻറ്റു ഡെൽറ്റ ഓഫ് n മൈനസ് 2 ചെയ്യുമ്പം ഈ വാല്യൂ ഇത് ഇൻറ്റു ഇത് ചെയ്യുക, എക്സ് ഓഫ് n ഇൻറ്റു ഡെൽറ്റ ഓഫ് n. അപ്പം ബാക്കിയെല്ലാം 0 1ൽ മാത്രമേ വാല്യൂ ഉള്ളൂ. സോ 0യിൽ മാത്രമുള്ള വാല്യൂ 1 നമുക്ക് കിട്ടും. സോ എനിക്ക് ഈ എക്സ് ഓഫ് എന്നിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് n എന്ന് പറയുന്നത് k ഈസ് ഈക്വൽ ടു -1 to 2. ഈ ക്വസ്റ്റ്യനിൽ എക്സ് ഓഫ് k ഡെൽറ്റ ഓഫ് n മൈനസ് k എന്ന് എഴുതാം. ജനറൽ ഫോമിൽ എനിക്ക് എഴുതാം എക്സ് ഓഫ് n ഈസ് ഈക്വൽ ടു summation k is equal to -infinity to infinity x of k delta of n minus k. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് എക്സ് ഓഫ് എന്നിനെ മാത്രമാണ് എഴുതിയേക്കുന്നത്. ഓക്കെ, ഇനി y of n എന്താണെന്നാണ് പറഞ്ഞത്? y of n is equal to a transformation of x of n. ഓക്കെ, which is equal to a transformation of summation
k is equal to minus infinity to infinity x of k delta of n minus k. ഓക്കെ എന്നെഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു ഓക്കെ എന്താണ് എക്സ് ഓഫ് കെക്ക് എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ടോ? ഇല്ല. സോ കെ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ ഇൻറ്റു a transformation of delta of n minus k എന്ന് എനിക്ക് എഴുതാം. ഇനി നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞു എന്താണ് എച്ച് ഓഫ് എൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഡെൽറ്റ ഓഫ് എൻ ആണെന്ന്. ഓക്കെ, കുറച്ച് മുമ്പേ പറഞ്ഞു എച്ച് ഓഫ് എൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഡെൽറ്റ ഓഫ് എൻ ആണെന്ന്. സോ നമുക്ക് എഴുതാം ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഡെൽറ്റ ഓഫ് എൻ എന്ന് പറയുന്നത് എച്ച് ഓഫ് എൻ ആണെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഡെൽറ്റ ഓഫ് എൻ മൈനസ് കെ എന്ന് പറയുന്നത് എന്തായിരിക്കും? എച്ച് ഓഫ് എൻ മൈനസ് കെ ആയിരിക്കും അല്ലേ? സോ വൈ ഓഫ് എൻ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? summation k is equal to minus infinity to infinity x of k into h of n minus k. Okay, and ഇത് നമ്മൾ പറഞ്ഞു is the definition of convolution, that is y of n is equal to x of n convolution h of n. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ പ്രൂഫ്. ഓക്കെ, എക്സ് ഓഫ് എൻ ഏതൊരു സിഗ്നൽ കണ്ടാലും ആ സിഗ്നലിനെ നമുക്ക് ഇറ്റ് ഈസ് എ സമ്മേഷൻ ഓഫ് ഡെൽറ്റ എന്ന് എഴുതാം. ഓക്കെ, സോ അതിനുള്ള എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. സോ എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഞാൻ ഇതിനെ ഓരോന്നിനെയും ഷിഫ്റ്റഡ് വേർഷൻ ഓഫ് ഡെൽറ്റ എൻ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം എക്സ് ഓഫ് മൈനസ് വൺ ഇൻറ്റു ഡെൽറ്റ ഓഫ് എൻ പ്ലസ് വൺ, എക്സ് ഓഫ് സീറോ ഇൻറ്റു ഡെൽറ്റ ഓഫ് എൻ, എക്സ് ഓഫ് വൺ ഇൻറ്റു ഡെൽറ്റ ഓഫ് എൻ മൈനസ് വൺ പ്ലസ് എക്സ് ഓഫ് ടു ഇൻറ്റു ഡെൽറ്റ ഓഫ് എൻ മൈനസ് ടു. എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷനെ ഞാൻ -1 to എക്സ് ഓഫ് കെ ഡെൽറ്റ ഓഫ് എൻ മൈനസ് കെ ടു, ഈ കെയ്ക്ക് -1 ഇട്ട് കൊടുക്കുമ്പോൾ -1 വരും, 0 ഇട്ട് കൊടുക്കുമ്പോൾ 0 വരും, പ്ലസ് എക്സ് ഓഫ് 1 ആണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഡെൽറ്റ ഓഫ് എൻ പ്ലസ് എൻ മൈനസ് 1 എന്ന് വരും, പ്ലസ് എക്സ് ഓഫ് 2 ആണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഡെൽറ്റ ഓഫ് എൻ മൈനസ് 2 എന്ന് വരും. അതായത് എൻ്റെ ആദ്യത്തെ ഇക്വേഷൻ തന്നെയാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്, അതാണ് ഈ സമ്മേഷൻ ഫോമിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് സമ്മേഷൻ ഫോം. ജനറലായിട്ട് പറയുമ്പം -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എവിടെ വേണമെങ്കിലും വരാം, എക്സ് ഓഫ് കെ ഡെൽറ്റ ഓഫ് എൻ മൈനസ് കെ. ഓക്കെ, സോ നമുക്കറിയാം വൈ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എക്സ് ഓഫ് എൻ ആണ്. എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് ഇതാണ്. സോ എക്സ് ഓഫ് എന്നിന് ഞാനത് കൊടുക്കുമ്പം ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇത്. ഇനി ട്രാൻസ്ഫോർമേഷൻ എക്സ് ഓഫ് കെക്ക് വരത്തില്ല, പകരം ആർക്കാണ് വരുന്നത്? ഡെൽറ്റയ്ക്കാണ് വരുന്നത്. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എച്ച് ഓഫ് എൻ ആണെന്ന് പറഞ്ഞു. therefore ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഡെൽറ്റ ഓഫ് എൻ മൈനസ് കെ എന്ന് പറയുന്നത് എച്ച് ഓഫ് എൻ മൈനസ് കെ ആയിരിക്കും. therefore വൈ ഓഫ് എൻ എന്ന് പറയുന്നത് ഇതാണ്, അതാണ് കൺവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ പ്രൂഫ് ഫോർ കൺവല്യൂഷൻ ഇൻ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം ആൻഡ് ഇത് നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഡിസ്ക്രീറ്റ് ടൈമിൽ പറയുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവുന്നതുകൊണ്ടാണ് ഡിസ്ക്രീറ്റ് ടൈം ആദ്യം പറഞ്ഞത്. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക.